നമ്മൾ ആത്മീയ പക്വത പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 5 വർഷക്കാലം പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളായിരിക്കരുത് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ എന്താണ്? പറ. നോർമൽ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ. പറ. ജോലി, രോഗം, വിവാഹം, മക്കള്, സാമ്പത്തികം, പറമ്പ് വിൽക്കണം, വീട് വിൽക്കണം, കാറ് മേടിക്കണം. ഇതൊക്കെ കളയാൻ സമയമായി കേട്ടോ. ഇതൊക്കെ ഈ പാല് കുടിക്കുന്നവരുടെ സ്വഭാവമാണ്. ഇപ്പോഴും പാലും കുടിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ മാറിയിട്ട് ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദാഹിക്കണം, ആഗ്രഹിക്കണം. ദൈവിക രഹസ്യങ്ങൾ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരുമെന്നാണ് പറയുന്നത് അല്ലെ? വിശുദ്ധാത്മാക്കളുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ സഭയുടെ കഴിഞ്ഞ 2000-ലധികം വരുന്ന വർഷത്തെ പാരമ്പര്യ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത ഒത്തിരി സ്വർഗീയ രഹസ്യങ്ങളുണ്ട്. വചനത്തിലൂടെയും അനേകം വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലൂടെയും വെളിപ്പെടുത്തപ്പെട്ട ഒത്തിരി സ്വർഗത്തിൻ്റെ രഹസ്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സ്വർഗീയ രഹസ്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിക്കണം. അതുകൂടി നമ്മുടെ പ്രാർത്ഥനയിൽ ഇൻക്ലൂഡ് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മരിയ ഫൗസ്റ്റീന അല്ലേ, ആ സിസ്റ്റർ 4 മതിൽ ചുറ്റിന് ഉള്ളിലിരുന്ന് കർത്താവിൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ച് കണ്ണുനീരോടെയും സ്നേഹത്തോടും അതിലേറെ തീഷ്ണതയോടും തീവ്രതയോടും കൂടി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ വെളിപാടുകളല്ലേ ഈ കന്യാസ്ത്രീ കൊടുത്തത്. എന്താ നമുക്കും കിട്ടൂലേ? നോക്കുകയാണ്, ഞാൻ 2017 യൂറോപ്പിൽ പോയപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി പോകണമെന്ന്. ഇപ്പോൾ പോളണ്ടിലൊരു ധ്യാനം ഉണ്ടായിരുന്നു. ധ്യാനം നടക്കുന്നത് വേറൊരു സ്ഥലത്തായിരുന്നു, മഞ്ഞാകലച്ചനൂടെ ആയിരുന്ന സമയത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് ക്രാക്കോയിലാണല്ലോ നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും മരിയ ഫൗസ്റ്റീനയുടെയൊക്കെ കല്ലറയും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ജനിച്ച സ്ഥലവും അല്ലെങ്കിൽ മരിച്ചടക്കിയ സ്ഥലമൊക്കെ ആയിട്ടൊക്കെ അവിടെയുണ്ട്, കല്ലറയൊക്കെ ഉണ്ട്. വലിയ ആഗ്രഹമായിരുന്നു. അപ്പം എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകൻ ഒരാൾ പോളണ്ടിലുണ്ടായിരുന്നു. ഞാൻ അവനെ വിളിച്ചേടാ ഇങ്ങനെ ഫ്രീ ആണോ? പറഞ്ഞ് ചേട്ടൻ ഫ്രീ ആണെങ്കിൽ ഞാൻ വരാം. അങ്ങനെ അവൻ വണ്ടിയൊക്കെ ആയിട്ട് വന്ന് ഈ പറയുന്ന സ്ഥലത്തൊക്കെ പോയി. അപ്പോൾ ഈ ഫൗസ്റ്റീനയുടെയൊക്കെ അവിടെ ഡിവൈൻ മേഴ്സി ഒരു ചാപ്പലുണ്ട്, അവിടെ ഈ തിരുശേഷിപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഈ വിശുദ്ധയുടെ. നമ്മൾ വിചാരിക്കും ഈ ഓണം കയറാൻ മൂലയിൽ കിടന്ന ഒരു വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തതാണ് കർത്താവിൻ്റെ കരുണയെക്കുറിച്ചുള്ള ആഴമേറിയ പ്രബോധനങ്ങൾ. ഈ കാരുണ്യത്തിൻ്റെ പ്രബോധനങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ഫൗസ്റ്റീന എഴുതി വെച്ചു. അതാണ് വിശുദ്ധ ഫൗസ്റ്റീന ഡയറി. അതിനകത്ത് പറയുന്ന ഒരു ബോധ്യമാണ്, ആത്മാവ് കൊടുത്ത ഒരു വെളിപാടാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ കരുണ ആർക്കാണ് അവകാശം എന്ന് ചോദിച്ചാൽ ലോകത്തിൽ ഏറ്റവും വലിയ പാപിക്കാണെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പം ഏത് പാപിക്കും മുന്നോട്ട് ജീവിക്കാനുള്ളൊരു കരുത്ത് കിട്ടാനുള്ള ഒരു വെളിപാടാണ് ഈ കന്യാസ്ത്രീകളുടെ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരാളിൽ മാത്രമല്ല, അനേകം വിശുദ്ധരുടെ ജീവിതം എടുത്ത് എന്തോരം സ്വർഗത്തിൻ്റെ വെളിപാടുകളാണ് വിശുദ്ധരൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് സാധ്യമാണ്. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നതിന് മുമ്പെങ്കിലും തമ്പുരാനെ എന്തെങ്കിലും ഒരു സ്വർഗത്തിൻ്റെ ഒരു ദർശനം എനിക്ക് തരണേ, ഒരു സ്വർഗത്തിൻ്റെ ഒരു വെളിപാട് എനിക്ക് തരണമേ. ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്ന ദൈവീക രഹസ്യങ്ങൾ എനിക്കും വെളിപ്പെടുത്തി തരണമെന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നുണ്ടല്ലോ, ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾ, അതെവിടെ പറഞ്ഞേക്കുന്നത്? കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം, അതിൻ്റെ 12-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളൊന്ന് വായിച്ചേ. ആത്മീയ ദാനങ്ങളെക്കുറിച്ചുകൂടി അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പറയുകയാണ്, സഹോദരൻ, നിങ്ങൾ ഭൗതിക ദാനങ്ങൾ മാത്രമല്ല ആത്മീയ ദാനങ്ങളെക്കുറിച്ചും അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. എന്നാൽ ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. യേശു ദൈവമാണെന്ന് ഒരു ദൈവ പൈതലിന് ഏറ്റു പറയണമെങ്കിൽ അവനിൽ ഈ ദൈവാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞു,
ഞാൻ ആരാണ് നിങ്ങൾ പറയുന്നത്, മറ്റുള്ളവർ പറയുന്നതൊക്കെ ചോദിച്ചാൽ പത്രോസ് ചാടിക്കയറി പറഞ്ഞു, അത് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, പത്രോസേ, മാംസരക്തങ്ങളല്ല, മനുഷ്യനല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, മറിച്ച് സ്വർഗീയ പിതാവാണ്. സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പം നിനക്ക് കിട്ടിയെന്ന്. ഹല്ലേലൂയ. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുമ്പോൾ ശ്രദ്ധിക്കണേ, യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയാൻ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിൽ നമുക്ക് പറ്റിയാൽ ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഒരു ദൈവവേദനയിൽ പറ്റും. ഒരു ദൈവവേദന ശക്തി കിട്ടുന്നപ്പോഴാണെന്നറിയാം, യേശു ദൈവമാണെന്ന് ഒരു ദൈവവേദന ഏറ്റു പറയാൻ ആത്മാവിൽ ഒരുവിന് പറ്റുമ്പോഴാണ് അവൻ കരുത്തുള്ളവനാകുന്നത്, ശക്തിയുള്ളവനായിട്ട് മാറുന്നത്, ബലമുള്ളവനായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളെ പ്രതി മനസ്സ് തളർന്നും ജീവിതം മരവിച്ചും പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞും ഒക്കെ മുന്നോട്ട് പോകുന്നതിന് കാരണം എന്താ? യേശു ദൈവമാണെന്നുള്ള സ്വർഗീയ രഹസ്യത്തിന്റെ വെളിപ്പെടുത്തൽ കിട്ടാത്തതുകൊണ്ടാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യൻ പറയുന്ന വാക്കുകളാണ്. മനുഷ്യൻ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ആര് പറയുന്ന മനുഷ്യന്റെ സ്വരം അല്ലെങ്കിൽ പിന്നെ ആരുടെ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്നത്? അയാൾ ദൈവത്തിന്റെ സ്വരമല്ല, പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടും ദൈവത്തിൻ്റെ സ്വരം. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നവരാരും നിരാശപ്പെടേണ്ടതില്ല, ആകുലപ്പെടേണ്ടതില്ല. എന്നാൽ മനുഷ്യൻ്റെ സ്വരവും പൈശാചിക സ്വരമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മെ ദൈവത്തെ ധിക്കരിക്കാനും ദൈവത്തെ നിഷേധിക്കാനും ദൈവത്തിന് വിപരീതമായ സ്വഭാവ സവിശേഷതകളിലേക്ക് പോകാനൊക്കെയുള്ള ആ സ്വരമാണ് പിശാചിൻ്റെ സ്വരം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 391 വാക്കിൽ നിങ്ങൾ എഴുതി വെച്ചു, എന്നിട്ട് വീട്ടിൽ പോയിട്ടൊക്കെ വായിച്ചാൽ മതി. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എത്രാമത്തെ? 391. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ സാധനമാണ് ഈ പറഞ്ഞത്, മതബോധന ഗ്രന്ഥം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് വായിക്കുക. ബൈബിൾ ഇതും കൂടെ വയ്ക്കുക, ഇത് എല്ലാ സമയത്തും രണ്ടും വായിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറേ ക്ലാരിറ്റി, വ്യക്തതയൊക്കെ നമുക്ക് കിട്ടും. ശ്രദ്ധിച്ചു കേട്ടോ. ദൈവഹിതത്തിനെതിരായി നമ്മുടെ ആദിമാതാപിതാക്കന്മാർ എടുത്ത തീരുമാനത്തിൻ്റെ പിന്നിൽ വഞ്ചനാത്മകവും ദൈവവിരുദ്ധവുമായ ഒരു സ്വരം, അവരെടുത്ത ആ ഒരു നിലപാടിൻ്റെ മുമ്പിൽ, പാപത്തിൻ്റെ പിന്നിൽ വഞ്ചനാത്മകവും ദൈവവിരുദ്ധവുമായ ഒരു സ്വരം അവരെ മരണത്തിൽ വീഴ്ത്തുന്ന അസൂയ കലുഷമായ ഒരു സ്വരം പതിയിരിക്കുന്നു. ഒരു സ്വരം. ഈ സ്വരത്തെയാണ് പിശാച് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഈ സ്വരത്തിന് ഹേതുവായ യാഥാർത്ഥ്യത്തെയാണ് പിശാച് എന്നും സാത്താൻ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ എഴുതി വച്ചിരിക്കുകയാണ്, ഈ സ്വരത്തിൻ്റെ പ്രത്യേകതയാണ് ആ ദൈവം നമുക്ക് തന്ന തീരുമാനത്തെ തകർക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തക്ക വിധത്തിൽ വഞ്ചനാത്മകവും ദൈവവിരുദ്ധവുമായ ഒരു സ്വരം നമ്മൾ കേൾക്കും. അപ്പോൾ യേശു ദൈവപുത്രനാണെന്നുള്ള സത്യം ഹൃദയത്തിൽ കിട്ടിയിട്ടില്ല എങ്കിൽ, ദൈവത്തിൻ്റെ സ്വരമല്ല നമ്മുടെ ഹൃദയങ്ങളിൽ അലയടിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നം എന്നറിയാമോ? ഒന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ സ്വരം കേട്ടും, അല്ലെങ്കിൽ പിശാചിൻ്റെ സ്വരം കേൾക്കും. അവിടെ സംഭവിക്കുന്നതിനാ അത് ദൈവനിഷേധത്തിൻ്റെ സ്വരം മാത്രമാണെന്നല്ല, അത് വഞ്ചനാത്മകമായ സ്വരമാണ്, നമ്മെ മരണത്തിൽ വീഴ്ത്തുന്ന അസൂയാലുവിൻ്റെ സ്വരം. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോ, ചില സമയങ്ങളിൽ ചിലരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്വരമാണ്. അങ്ങനെ 1-2 സമയങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുന്ന നല്ലതായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി, പള്ളിയിൽ പോകാനൊക്കെ തുടങ്ങി, ദൈവത്തെ വിളിക്കാനൊക്കെ തുടങ്ങി, അങ്ങനെ നിരന്തരമായ ദൈവാലോചനയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നാളുകളായിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മീതെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമെന്ന് കരുതുക. പ്രാർത്ഥിച്ചിട്ട് ഒരു 6 ആഴ്ച അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഒരു 5-6 ആഴ്ച വരാം പ്രാർത്ഥിക്കാം എന്നൊക്കെയാണ് തീരുമാനം എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഈ വിഷയത്തിന് ഒരു റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ വിഷയം അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് കരുതുക. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയാൽ അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കേൾക്കുന്ന സ്വരം എന്തായിരിക്കും? ഇത് മാത്രമല്ല, വേറെ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ, ജോലി കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്,
അല്ലെങ്കിൽ വിവാഹം നടക്കാൻ വേണ്ടി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്തെങ്കിലുമൊക്കെ വിറ്റും പിറക്കുകയും പോകാൻ പ്രാർത്ഥിക്കുന്നു, വിദേശത്ത് പോകാൻ വിസ കിട്ടാൻ, എന്തുവാകട്ടെ, എനിത്തിങ്, ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശ്വാസത്തോടെ കൂടി തന്നെയാണ് പ്രാർത്ഥന ആരംഭിച്ചതൊക്കെ, ഇതുവരെ തുടർന്നൊക്കെ. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സമയം കഴിഞ്ഞു, എന്നിട്ടും ആ വിഷയത്തിന് ഒരു മാറ്റമില്ല. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും പിന്നെ നിങ്ങളുടെ തലയ്ക്കകത്തും കൂടി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്? നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു അനുഭവത്തിൽ എന്നെ കാണാൻ വരുമെന്ന് വിചാരിക്കും. ഒരു കൗൺസിലിംഗ് ഫിക്സ് ചെയ്ത് വന്നു, ഓക്കെ ഉണ്ട് അച്ഛനെ ഒന്ന് കാണണം, ഓക്കെ ഒരു സമയം കൊടുത്തു വരാൻ പറഞ്ഞു. അപ്പോൾ വന്ന് എൻ്റെ മുമ്പിലിരിക്കും. ഇപ്പം നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? എന്തോ അല്ല, ഞാൻ പറയുന്നത് എന്നാന്നല്ലോ ചോദിച്ചേ. നിങ്ങൾ എന്തായിരിക്കും എന്നോട് പറയാൻ പോകുന്നതെന്ന് ഞാൻ ചോദിക്കും. നിങ്ങൾക്കാണല്ലോ പ്രശ്നം. നിങ്ങളാണല്ലോ ഇത്രയും നാളായിട്ട് വിഷമിച്ചും വേദനിച്ചൊക്കെ ഇപ്പോൾ ഈ പ്രശ്നം നടക്കുന്നില്ല, അല്ലെങ്കിൽ വിസ വരേണ്ട സമയം കഴിഞ്ഞു, സെപ്റ്റംബറിൽ ഇൻടേക്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്താണ്, അത് കിട്ടിയാലേ അവിടെ പോയി പഠിക്കാൻ പറ്റുള്ളൂ. സെപ്റ്റംബറും കഴിഞ്ഞ് ഒക്ടോബറായി, വിസ കിട്ടിയിട്ടില്ല, പിന്നെ അങ്ങനെ പോവും. ഇനിയിപ്പോൾ അടുത്ത ഫെബ്രുവരിയെ പോകാൻ പറ്റുള്ളൂ. കാശാണെങ്കിൽ 10-15 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു പഠിക്കാൻ. അമ്മിജി ഇനി പഠിക്കാനും പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന് മുമ്പിൽ ഇരിക്കുവാന്ന് വിചാരിക്കുക. വന്നിരിക്കുമ്പോൾ ആ വ്യക്തി സ്വാഭാവികമായിട്ട് എന്തായിരിക്കും പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ ചിന്തിച്ചാൽ മതി. നിങ്ങൾ വലിയ കാടുകയറൊന്നും ചിന്തിക്കണ്ട. എന്തായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്? അച്ഛാ സെപ്റ്റംബറിൽ കിട്ടണ്ടായിരുന്നു അച്ഛാ, ഒത്തിരി പ്രാർത്ഥിച്ചാ, പള്ളിയിലൊക്കെ പോയച്ചാ, നൊവേനൊക്കെ ചൊല്ലിയച്ചാ, കുർബാനെ കൂടുന്നു, കുമ്പസാരിച്ച എല്ലാം ചെയ്തു, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്ത്, കൺവെൻഷൻ കൂടിയച്ചാ, കുരിശടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാ, എന്നിട്ടും ആയില്ലച്ചാ. 16 ലക്ഷം രൂപ കൊടുത്തൊക്കെ ലോണൊക്കെ എടുത്താണ്, അവിടെ നിന്ന് കടം മേടിച്ച് കൊടുത്താണ്, അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് നമുക്ക് പിൻവലിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ലോണൊക്കെ എടുത്ത് ഇത്ര പലിശയ്ക്കൊക്കെ എടുത്താ വെച്ചാൽ ഇനിയിപ്പോൾ ഈ വിസ കിട്ടിയാലും ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല, ഇനി ഫെബ്രുവരിയിലേ പോകാൻ പറ്റുള്ളൂ. ഫെബ്രുവരിയിലും പോകാൻ പറ്റുമെന്ന് വലിയ ഗ്യാരണ്ടി ഒന്നും ഇല്ല വെച്ചാൽ. അങ്ങനെ അവസ്ഥ നിൽക്കുമ്പോൾ നമ്മളും ഒരു സ്വരം കേൾക്കാൻ തുടങ്ങും. എന്താ? ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം നമ്മളെ കേട്ടില്ലല്ലോ എന്നുള്ളൊരു സ്വരം ആര് തരും? അതാണ് ഈ പിശാച് തരുന്ന സ്വരത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? ദൈവത്തെ നിഷേധിക്കാനുള്ള സ്വരമായിരിക്കും. ദൈവത്തിന് വിരുദ്ധമായ, ദൈവവിരുദ്ധമായ സ്വരമാണ് ശത്രു വിതയ്ക്കാൻ പോകുന്നത്. ഇങ്ങനെ അനുഭവങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും കൺഫ്രണ്ട് ചെയ്യുന്നവരാണ്, കടന്നു പോകുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിനോട് ആരൊക്കെയോ സംസാരിക്കാൻ തുടങ്ങും. ദൈവസ്വരം എപ്പോഴും കേൾക്കാൻ തയ്യാറുള്ള ഒരു ആത്മാവ്, മറ്റു വാക്യം പറഞ്ഞാൽ ആത്മാവിനാൽ പ്രചോദിതമായി യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുകയും യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട സ്വർഗീയ രഹസ്യങ്ങളിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരാത്മാവ് ഈ അനുഭവത്തിലും ദൈവത്തിന്റെ സ്വരം കേൾക്കും. എല്ലാ നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. കുരിശോളം എന്നെ സ്നേഹിച്ച, കാൽവരിയോളം അവസാനത്തുള്ളി രക്തത്തോളം എന്നെ സ്നേഹിച്ച സ്നേഹം തന്നെയായ ഒരു ദൈവം എനിക്കുണ്ടെന്നേ. ആ ദൈവം എന്റെ നന്മയല്ലാതെ വല്ലതും ചെയ്യോ? ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ സ്വരമാണ് അപ്പോൾ കേൾക്കുന്നതെങ്കിൽ ആ ദൈവ പൈതൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ ഇവന്. ലോകത്തിൻ്റെതല്ല, പൈശാചികതയല്ല, മറിച്ച് സ്വർഗീയ രഹസ്യങ്ങൾ ആത്മാവിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ നിരന്തരമായി ആത്മാവിനോട് പ്രത്യുത്തരിക്കുകയും ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി ദാഹിക്കുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ പ്രചോദനമായി വരുന്നത് യേശു ദൈവപുത്രനാണെന്നും യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട നിത്യസത്യങ്ങളെക്കുറിച്ചും യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഒരപ്പൻ്റെ പരിശുദ്ധമായ സ്നേഹത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. അല്ല പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഡിലേ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ഒന്നുകിൽ നമ്മൾ മറ്റാരുടെയെങ്കിലൊക്കെ സ്വരം കേൾക്കാൻ പോവും,
അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വരം അത് ചിലപ്പോൾ ദൈവസ്വരം ആകണമെന്നില്ല. നമ്മളതിന് കീഴ്വഴങ്ങാനും സാധ്യതയുണ്ട്. വലിയ അപകടകരമായ അവസ്ഥയാണ്. നിങ്ങൾ പുറപ്പാടിൻ്റെ പുസ്തകം, അവിടെ ഒരു മനോഹരമായൊരു സംഭവം കിടപ്പുണ്ട്, നമുക്കറിയാവുന്നതാണ്, എന്നാൽ അതെടുക്കുന്നല്ല. പുറപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ 32-ാമത്തെ അധ്യായമാണ്. 32-ാമത്തെ അധ്യായം. സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി. ഇതെന്താണ് ഒരു ബന്ധമില്ലാത്ത കാര്യമാണല്ലോ അച്ഛൻ പറയുന്നത്. ഇവിടെ സംഭവിച്ചത് മോശ അവിടെ ഇല്ല. ഇപ്പോൾ മോശ കളത്തിലില്ല. മോശ എവിടെയാ? മോശയാണ് ഇവരെ എല്ലാത്തിനെയും വലിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ട് മോശ ദൈവസ്വരം കേൾക്കാൻ വേണ്ടി മലമുകളിൽ ഇരിക്കുക. മോശ എവിടെ ഇരിക്കുക? എവിടെ ഇരിക്കുക? എന്തിനാ ഈ മലമുകളിൽ ഇരിക്കുന്നത്? തമ്പുരാന്റെ മലമുകൾ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മലമുകൾ എന്ന് പറയുമ്പോൾ where there is presence of the Lord, ദൈവസാന്നിധ്യം ഉള്ള ഇടങ്ങളാണ്. അപ്പോൾ മോശ മലമുകളിൽ ഇരിക്കുക. ദൈവത്തോട് സംസാരിച്ചും ദൈവത്തിൻ്റെ സ്വരം കേട്ടും. മോശയെക്കുറിച്ച് പറഞ്ഞിരുന്നത് ദൈവത്തോട് മുഖാഭിമുഖം സംസാരിച്ച പ്രവാചകൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ മോശ ദൈവത്തോട് സംസാരിക്കുക. മോശ ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചതിനുള്ളതിന് ഒരു സംശയമില്ല. കാരണം എന്താണെന്നറിയാമോ? ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖമൊക്കെ എന്തോ പ്രകാശിച്ച്. നിങ്ങൾ കൺവെൻഷൻ കൂടി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ പ്രകാശിച്ചിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ടുണ്ട്. കർത്താവിനെ ദർശിക്കേണ്ടതുപോലെ ദർശിച്ചിട്ടുണ്ട്. ഇനി മുഖത്തിൻ്റെ പ്രകാശം മാത്രമല്ല കേട്ടോ മോശയ്ക്ക് ഉണ്ടായിരുന്നത്. കാരണം മോശയുടെ ജീവിതം നോക്കിയാൽ, മോശയുടെ ആദ്യത്തെ 40 വർഷത്തെ ജീവിതം നോക്കിയാൽ, ഫറവോട് കൂടെ ഉണ്ടായിരുന്ന ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാലഘട്ടത്തിൽ മോശ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു അല്ലേ. ദേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യം കയറിയിട്ട് ഒരുത്തൻ്റെ ഒറ്റ അടിയടിച്ചിട്ട് അവൻ സ്പോട്ടിൽ തട്ടിപ്പോയി, കുഴിയൊക്കെ കുത്തി പുള്ളി. നമ്മുടെ വീട്ടിലുണ്ടാവും ഇങ്ങനത്തെ ഉള്ള കുറേ ടീമുകളൊക്കെ അല്ലേ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല, കൺട്രോളൊന്നും കിട്ടില്ല. ഒരു കൺട്രോളും കിട്ടുകയില്ല, ഒറ്റടി കൊടുത്താ അടിച്ച് അവനെ കൊന്ന് കുഴിച്ചു പൂടിയെ. അങ്ങനെയായിരുന്നു മോശയുടെ ഇന്നലെ. സ്വാഭാവികയുടെ ആ ദേഷ്യം കാണുമ്പോൾ കൂടെ താമസിക്കുന്ന ദൈവമേ, ഇനി ഈ ദിയാന്റെ കൂടെ എത്ര വർഷം ജീവിക്കണം, എന്തൊരു ദേഷ്യമാണ് എൻ്റെ അച്ഛാ. എൻ്റെ അച്ഛാ, ഈ മകൻ്റെ കൂടെ, ഈ മകളുടെ കൂടെ, ഈ ഭാര്യയുടെ കൂടെയൊക്കെ എത്ര വർഷം, എന്തൊരു സ്വഭാവമാണെന്നറിയാവോ? അച്ഛനറിയാവോ? ചില സമയത്തൊക്കെ കഷ്ടപ്പെട്ടാണ്, കടിച്ചു പിടിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റമില്ല അച്ഛോ, ഒരു മാറ്റമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒരു മാറ്റമില്ല. ഇത്രയും നാളും പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും ഒന്നും ഒരു മാറ്റമില്ല അച്ഛാ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പോൾ മോശയുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ നോക്കിയാൽ അത്രയും ദേഷ്യം ഉണ്ടായിരുന്ന ഒരാള്, ആ മോശ അവസാനം മോശയെക്കുറിച്ച് വചനം പറയുന്നതെന്നറിയോ? മോശയെ പോലെ ശാന്തനായ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടേയില്ലെന്ന്. എൻ്റെ ദൈവമേ, ഹല്ലേലൂയ. മോശയെപ്പോലെ ഇത്ര കണ്ട് ശാന്തനായ ഒരുവനില്ലെന്ന്, ഒരു പ്രവാചകനില്ലെന്ന്. ഇവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മോശ സത്യമായും ദൈവത്തിൻ്റെ മുഖം ദർശിച്ചിട്ടുണ്ടെന്ന്. മോശ സത്യമായും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ അവൻ തൻ്റെ ജീവിതത്തിൽ നിന്നു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നൈസർഗികമായി നിന്നിരുന്ന ഒരു സ്വഭാവത്തിൽ പൂർണ്ണമായ പരിവർത്തനം, മാറ്റമുണ്ടാകാൻ തക്ക വിധത്തിൽ മോശ മാറിയെങ്കിൽ അവനിൽ ദൈവസാന്നിധ്യം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു സംശയമില്ല. ദൈവം പ്രവർത്തിക്കാതെ ഒന്നും ചില ജീവിതാനുഭവങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകില്ല. എത്ര തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും ദൈവം പ്രവർത്തിക്കേണ്ട ചില മേഖലകളിൽ, ചില ഇടങ്ങളിൽ, ചില വ്യക്തികളുണ്ട്. അവരിൽ ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അടിസ്ഥാനപരമായ സ്ഥായിയായ മാറ്റം ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ വന്നില്ല, നമ്മൾ സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. തുടങ്ങാം. മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ജനം അഹറോന്റെ ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. അപ്പോൾ മോശ ദൈവത്തിൻ്റെ സ്വരം കേട്ട് മലമുകളിൽ ഇരിക്കുക. സാധാരണ മോശയാണ് ദൈവസ്വരം ഈ ജനത്തിന് കൊടുക്കുന്നത്. മോശ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവിക രഹസ്യം, ദൈവിക വെളിപ്പെടൽ എന്ത് ചെയ്യണം ഓരോ സമയത്തും മോശയിലൂടെയാണ് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നത്. ചെങ്കടലിന് മുമ്പിൽ നിന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ഓക്കെ വടിയെടുത്ത് അടിക്കോ വീശോ ഒക്കെ ചെയ്യുക. അപ്പോൾ ചെങ്കടൽ. അപ്പം അങ്ങനെ മോശയിലൂടെ അതാത് സമയത്ത് ഭക്ഷണമില്ല, കാടപ്പക്ഷികളെ മന്നയൊക്കെ കൊടുക്കുന്നുണ്ട്. വെയിലിൻ്റെ സമയത്ത് രാത്രി അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്.
കൂടാരമടിച്ച് താമസിക്കാനുള്ള ഇടങ്ങൾ, ഇതെല്ലാം മോശയിലൂടെ കൃത്യമായിട്ട് ദൈവാലോചന, ദൈവസ്വരം മോശ കേൾക്കുന്നു. ആ സ്വരം മോശ ജനത്തിന് പങ്കുവയ്ക്കുന്നു. അങ്ങനെ ദൈവസ്വരം കേട്ട് ഒരു ജനത പൊക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അവർ ദൈവസ്വരം കേട്ടെ? അവർക്കത് കേൾക്കാനുള്ള ആത്മീയ പക്വത, വിശ്വാസത്തിൻ്റെ ബലം ഇല്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ മോശയെ ആദ്യം ദൈവം ഒരുക്കി, മരുഭൂമി അനുഭവത്തിലൂടെ മോശയെ ദൈവം ഇങ്ങനെ ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ദൈവ സാന്നിധ്യം കൊണ്ട് നിറച്ചിട്ട് മോശയിലൂടെയായിരുന്നു ദൈവം തൻ്റെ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. വലതിരുമതി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ മോശ ആരാ? പറ. ഞാനെന്ന് പറഞ്ഞാൽ മതി. വീട്ടിൽ ചെല്ലുമ്പോൾ പറയുന്നത് എന്താണെന്ന് കേട്ടാലേ മനസ്സിലാകുള്ളൂ. ഞാനാണോ മോശ അതോ ഞാനാണോ അഹ്റാനെന്ന് കേട്ടോ. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയാം ഞാനാണച്ച. കാരണം എന്താ? ഞാനാണല്ലോ വചനം കേൾക്കുന്നത്, ഞാനാണല്ലോ ദൈവസ്വരം കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയാം ഞാനാണച്ച മോശ, ഞാനാണച്ച മോശ എന്ന് പറയാം. വീട്ടിൽ ചെല്ലുമ്പോൾ അനുദിന ജീവിത യാഥാർത്ഥ്യത്തിൽ ശരിക്കും നമ്മളാണോ മോശ അതോ ജീവിത പങ്കാളിയാണോ മോശ എന്ന് ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ അപ്പനും അമ്മയ്ക്കും മോശയുടെ സ്വഭാവം ഉണ്ടാകില്ല, മക്കളായിരിക്കും ചിലപ്പോൾ ദൈവസ്വരം കേൾക്കുന്നേ. എത്ര കുടുംബങ്ങളും മക്കളും മൂലം മാതാപിതാക്കൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? മക്കളും മൂലം. മക്കളുടെ പ്രാർത്ഥനയും മക്കളുടെ കണ്ണുനീരും ചില ജീവിതത്തിൻ്റെ ഏടുകളിൽ മക്കൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടെടുത്ത തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കൾ നവീകരിക്കപ്പെടുകയും മാനസാന്തരപ്പെടുകയും ദൈവസ്നേഹം അനുഭവിക്കുകയും സമാധാനത്തിൽ ഐക്യം സ്ഥാപിക്കുകയൊക്കെ ചെയ്ത് എത്രയോ അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴും അറിയാം, ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആദ്യ കുർബാന സ്വീകരണമൊക്കെ നടക്കുന്നൊരു സമയമാണ്. ഇപ്പോൾ പിള്ളേർ അഞ്ചാം ക്ലാസ്സിലൊക്കെ 4, 5 പഠിക്കുന്ന സമയത്തുള്ള ആദ്യ കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ കാറ്റഗിസം പഠിപ്പിച്ച സമയത്ത് അവിടുത്തെ സിസ്റ്റർ ഇവരെ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്, ഈശോ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ശരീരം വിശുദ്ധമാകണം. നിങ്ങൾ ഈശോയും കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭവനവും വിശുദ്ധമാകണം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ആദ്യ കുർബാന സ്വീകരണം നടക്കുന്ന സമയത്ത് വീട്ടിൽ മദ്യപിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ തന്നെ പറയണം, വീട്ടിൽ മദ്യം കൊണ്ടുവരരുത്. ഞാൻ ഈശോയും കൊണ്ടുവരുന്ന ദിവസമാണ്, അതുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് വീട്ടിൽ കൊണ്ടുവരരുതെന്ന് നിങ്ങൾ തന്നെ അപ്പനോടും വീട്ടുകാരോടും പറയണം എന്ന് ഈ കുഞ്ഞുങ്ങൾക്കൊരു നിർദ്ദേശം കൊടുത്തായിരുന്നു. അപ്പം അങ്ങനെ നിർദ്ദേശം കൊടുത്ത് ഈ കുഞ്ഞും വീട്ടിൽ ചെന്നിട്ട്, അപ്പനാണെങ്കിൽ നല്ല ഫുൾ ടാങ്ക് അടിക്കുന്ന ടീമും കുറേ കൂട്ടുകെട്ടുണ്ട്, പറ്റിയ നല്ല കുറേ ചങ്ങാതിമാരും ഉണ്ട്. കുടിച്ചില്ലെങ്കിൽ വായ പൊളിച്ച് ഒഴിച്ചു കൊടുക്കുന്ന കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ ഇവരുടെ വീട്ടിലൊക്കെ ഫംഗ്ഷൻ ഉണ്ടപ്പോൾ പോയി വയറ് നിറച്ച് മൊന്തി ബോധമില്ലാതെ വന്നിട്ടുള്ള. അപ്പോൾ സമയം അല്ലേ തിരിച്ചു കൊടുക്കാനുള്ള സമയമായേക്കാം, കാരണം വീട്ടിൽ വേറെ ഒരു ഫംഗ്ഷൻ. ഈ പെങ്കൊച്ചു മകൾ പറഞ്ഞു, അച്ഛാ പപ്പ ഈശോയും കൊണ്ടൊരു ദിവസമാണ്, സിസ്റ്റർ പറഞ്ഞായിരുന്നു പറയണോ, അതുകൊണ്ട് ഈ ദിവസം പപ്പ കുടിക്കരുത്, ഈ ദിവസമെങ്കിലും പപ്പ കുടിക്കരുത്, വീട്ടിൽ മദ്യം വിളമ്പരുത് എന്നൊക്കെ കുഞ്ഞ് പറഞ്ഞു. ആര് കേൾക്കാൻ അല്ലേ? പിള്ളേരുടെ വാക്കൊക്കെ ആര് കേൾക്കാൻ? പിള്ളേരിലൂടെ ദൈവം സംസാരിക്കുമെന്ന് വിചാരിച്ചാലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. ദാനിയേൽ എന്ന് പറയുന്ന ഒരു പിഞ്ചു ബാലന്റെ ആത്മാവിനെ സ്വർഗം ഉണർത്തി എന്നാ വചനം പറയുന്നത്. സൂസന്ന എന്ന് പറയുന്ന ഒരു മകളെ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ അവിടുത്തെ ശ്രേഷ്ഠന്മാർ, വിധി കൽപ്പിക്കേണ്ട, സത്യത്തിന് നീതിക്ക് നിലനിൽക്കേണ്ട ശ്രേഷ്ഠന്മാർ സൂസന്നയ്ക്കെതിരെ കള്ളാരോപണം നടത്തി വിധി കൽപ്പിച്ച് മരണത്തിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങുന്ന സൂസന്നയെ നേടാൻ സ്വർഗം ഇങ്ങനെ ജ്വലിപ്പിച്ചത് പിഞ്ചുബാലന്റെ ആത്മാവിനെയാണ്, പിഞ്ചുബാലന്റെ ആത്മാവിനെ. അപ്പോൾ പിഞ്ചുബാലനിലൂടെയും കുഞ്ഞുങ്ങളിലൂടെയും ദൈവം സംസാരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനമുള്ള ഒരു അപ്പനല്ലേ അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഈ കുഞ്ഞ് പറഞ്ഞ അപ്പോൾ അത് ചെയ്യരുത് കേട്ടോ, ഇങ്ങനെയാണ്, എനിക്കും ഇഷ്ടമല്ല, പപ്പ കുടിക്കരുത്. അപ്പോൾ ഈ കുഞ്ഞ് തീർച്ചയായിട്ടും അപ്പൻ്റെ മദ്യപാനം കാരണം ഒത്തിരി വേദനിച്ചിട്ടുള്ള ഇന്നലകളുണ്ടാകാം. കുഞ്ഞുനാൾ മുതലേ അപ്പൻ്റെ മദ്യപാനവും അതുമൂലം ഉണ്ടാകുന്ന കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ കുഞ്ഞിനും ഉള്ളിൽ സ്വകാര്യ ജീവിതത്തിൻ്റെ സങ്കടങ്ങളായിട്ട് അവശേഷിക്കുന്നുണ്ടാവും. എന്നാലും അതൊന്നുമല്ല ഇന്ന് കുഞ്ഞിൻ്റെ വിഷയം. ഞാൻ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് വരുമ്പോൾ ഇന്ന് അപ്പം കുടിക്കരുത്, ഇന്ന് ഈ ഭവനത്തിൽ മദ്യം കയറ്റരുത് എന്ന് കുഞ്ഞ് ആവശ്യപ്പെട്ടു. അപ്പം കേട്ടൊന്നുമില്ല. അങ്ങനെ അന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ്, പരിപാടി നടന്ന സമയത്തൊന്നും മദ്യമില്ല, പക്ഷേ അത് കഴിഞ്ഞിട്ട് മുറിയിൽ തന്നെ മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ള മുറിയിൽ പുള്ളി മദ്യമൊക്കെ വെച്ച് അങ്ങനെ പുള്ളിയുടെ സ്പെഷ്യൽ സെലക്റ്റഡ് ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ
അപ്പോൾ ഇപ്പോഴത്തെ ആദ്യ കുർബാന സ്വീകരണമൊക്കെ ഇങ്ങനെയാണല്ലോ, ഉച്ചയ്ക്ക് ഭക്ഷണം തുടങ്ങി അത് വൈകുന്നേരം വരെ പോകും. എല്ലാവർക്കും കൃത്യം ഉച്ചയ്ക്കൊന്നും വരാൻ പറ്റുകയല്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പി വൈകിട്ട് 6, 7, 8 മണി വരെയൊക്കെ ഭക്ഷണം വിളമ്പി നമ്മുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ പോവും, വിഷ് ചെയ്യും, ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ അപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, വിളിച്ചുകൊണ്ട് മുകളിലത്തെ മുറിയിലേക്ക് പോകും. അങ്ങനെ ഈ കുഞ്ഞത് കണ്ടുകൊണ്ടിരിക്കുവാണ്. വെള്ളയും വെള്ളയും കൊടുത്ത് കുഞ്ഞിക്കൊന്ന് ഇവർക്ക് കാർഡൊക്കെ കൊടുത്ത് പിള്ളേർ നിൽക്കുമല്ലേ, ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പം ഇങ്ങനെ അപ്പനിങ്ങനെ കുറച്ച് ചേട്ടന്മാരെ വന്നപ്പോൾ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി. കുഞ്ഞ് താഴെ ഇങ്ങനെ വരുന്നവരെ കണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ കുഞ്ഞിന് മനസ്സിലായി ഇവർ മുകളിലേക്ക് പോയത് ഇങ്ങനത്തെ പരിപാടിക്കാണ്. ഈ കുഞ്ഞെന്ത് ചെയ്യുന്നറിയാമോ? കുഞ്ഞ് ഈ വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് തന്നെ മുകളിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ വട്ടം ഇരുന്ന് കുപ്പി ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ച് അപ്പനുണ്ട്, അപ്പൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഈ കുഞ്ഞ് എന്ത് ചെയ്തു? ഈ കുഞ്ഞ് അപ്പൻ്റെ സൈഡിൽ, അപ്പൻ്റെ ഇരിക്കുന്ന കസേരയുടെ സൈഡിൽ ചെന്നിട്ട് അപ്പൻ്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പം ഇന്ന് കുടിക്കരുത്, അപ്പം ഇന്ന് കുടിക്കരുത്, എനിക്ക് വേണ്ട, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അപ്പം കുടിക്കരുത്, എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അപ്പം കുടിക്കരുതെന്ന് പറഞ്ഞ് വാവിട്ട് അങ്ങോട്ട് കരഞ്ഞു. പുള്ളി അവരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പുള്ളി ബാക്കിയുള്ളവർക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായി. അതായത് കൂടെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നവർ വല്ലാതെ അവർ പാതി കുടിച്ചൊക്കെ ബാക്കി കൂടി കുടിച്ചിട്ട് അവർ പയ്യ കിട്ടിയത് കളയണ്ടല്ല എന്ന് കരുതിയായിരിക്കും അവരെ കുടിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പിന്നെ കുടിച്ചുകൊണ്ടിരുന്നത് അവിടെ എടുത്തു വെച്ചത് കുടിച്ചില്ല. കഴിഞ്ഞ് പിന്നെ താഴേക്ക് ഇറങ്ങി വന്നു. ആ ദിവസം അങ്ങനെ കഴിഞ്ഞു. വേറെ അലമ്പൊന്നുമില്ലാതെ അങ്ങനെ പോയി. പിറ്റേ ദിവസം മുതൽ പുള്ളി നോർമലി കുടിക്കുന്ന ടീമാണ്. കുടിക്കാനായിട്ട് ഈ ഗ്ലാസ് വെച്ച് ഈ മദ്യം ഒഴിച്ചു വെച്ചിട്ട് പുള്ളിക്ക് പിന്നെ ഒരു തുള്ളി മദ്യം ഇന്ന് വരെ കുടിക്കാൻ പറ്റിയിട്ടില്ല. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ ഈ മകളെയും കൂട്ടി കൊണ്ടുവന്നു, വെച്ചാ എനിക്ക് അതിന് ശേഷം അന്ന് കുടിച്ചു അതിന് ശേഷം ഞാൻ ഈ ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചിട്ട് പിറ്റേ ദിവസം 1-2 പ്രാവശ്യം ഞാൻ എന്നെ തന്നെ ഒന്ന് കമ്പൽ ചെയ്ത് നോക്കി കുടിക്കാൻ പറ്റുമെന്ന് അറിയാനായിട്ട്. എനിക്ക് കുടിക്കാൻ പറ്റിയില്ല. അന്ന് നിർത്തിയതാണ്. അന്ന് പുള്ളി നിർത്തി. ഈ കുഞ്ഞിൻ്റെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് മാത്രം. അപ്പോൾ പിന്നീട് ഇന്ന് വരെ പുള്ളി മദ്യം കുടിച്ചിട്ടില്ല. പുള്ളി പറഞ്ഞു, എനിക്ക് കുടിക്കാൻ തോന്നണില്ലെന്ന് പറഞ്ഞു. എനിക്ക് അതിനുള്ള താല്പര്യം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേ. ആരൊക്കെ മുമ്പിലിരുന്ന് കുടിച്ചാലും ആരൊക്കെ ഒഴിച്ച് വെച്ചാലും എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മക്കളിലൂടെയും ദൈവാത്മാവിന് സംസാരിക്കാൻ പറ്റും, മക്കളിലൂടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാനുള്ളൊരു ജ്ഞാനമുണ്ടെങ്കിലല്ലേ അത് സാധ്യമാകുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? മോശ, നിങ്ങളുടെ വീട്ടിൽ മോശ ആരാന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ദൈവസ്വരം കേട്ട്, ഇതാണ് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വരം, ഇതാണ് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ദൈവസ്വരം, ഇതാണ് നമ്മുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും വിശ്വാസ ജീവിതത്തെക്കുറിച്ചും പ്രാർത്ഥന ദൈവസ്വരം. ഇത് കേട്ടിട്ട് കുടുംബത്തിൽ മക്കളോട് പറയാൻ, കുടുംബാംഗങ്ങളോട് പറയാൻ പറ്റുന്ന മോശ ആരാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇവിടുത്തെ മോശ വീട്ടിൽ ചെല്ലും അഹ്റോനായിട്ട് മാറും. അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ഇവിടെ മോശമായിരിക്കും, കാരണം ഇവിടെ ദൈവസ്വരം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ മോശ മാറി അഹ്റോനാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? നിങ്ങൾ ചില സമയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വീട്ടിൽ ചെന്ന് നിങ്ങളെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായെന്ന് വിചാരിക്കുക. നിങ്ങൾ വീട്ടിൽ ചെന്ന് കയറി ധ്യാനമൊക്കെ കഴിഞ്ഞ് കൺവെൻഷൻ കേട്ട് ദൈവത്തിൻ്റെ സ്വരമൊക്കെ കേട്ട് പ്രകോപിതയാകുന്ന ഒരു ജീവിത അനുഭവം വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയെന്നോ ഭർത്താവിനോ മക്കളെന്നോ ഒക്കെ ഉണ്ടായി. അതിനൊക്കെ പറഞ്ഞിട്ടും കേൾക്കാത്ത ചില സാധനങ്ങൾ വീട്ടിലുണ്ടാകും. പിള്ളേരുടെ കാര്യം ആയിരിക്കും നിങ്ങൾക്ക് വല്ലാതെ നിങ്ങളെ വൈകാരിക മനുഷ്യരെ പ്രകോപിപ്പിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് വിചാരിക്കുക. പ്രകോപിതരാകുന്ന ഒരു ജീവിത സാഹചര്യം വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം മോശയിൽ നിന്നും അഹ്റോനിലേക്ക് രൂപമാറ്റം സംഭവിക്കും അല്ലേ? ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവും. മോശയായിരുന്നു ഇവിടെ വെച്ച്, പക്ഷെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ അഹ്റോനായിട്ട് മാറി. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ വൈകാരിക മനുഷ്യന് മുറിവേറ്റവും നമ്മൾ പ്രകോപിതരാകുന്ന ഒരു അനുഭവം ഉണ്ടായി. നമ്മുടെ മുമ്പിൽ കിടന്ന് ഒരു അലമ്പ് കാണിക്കുന്ന, നമ്മുടെ ടെമ്പറമെൻ്റൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ മോശയാണെങ്കിൽ ദൈവസ്വരമാണ് കേൾക്കുന്നത്. ദൈവസ്വരം അത് ഭയങ്കര മനോഹരമാണ്. ഇത് നമ്മളിവിടെ വായിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നും മോശ ദൈവത്തോട് സ്നേഹത്തോടെ പറയും. മോശ ദൈവത്തെ തിരുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം എന്താ?
കർത്താവ് നോക്കിയപ്പോൾ ഇവന്മാര് ദൈവസ്വരം കേൾക്കാതെ, ദൈവസ്വരത്തിന് വേണ്ടി കാത്തിരിക്കാതെ, മോശ വരുന്നവരെ കാത്തിരുന്നൂടെ? മോശയെ കാണുന്നില്ല, 2 ആഴ്ചയായി പോയിട്ട്, 3 ആഴ്ചയായി, 2 മാസമായി, അതുകൊണ്ട് ഇനി കാത്തിരിക്കാനൊന്നും വയ്യ, അതുകൊണ്ട് അവരോട് പറഞ്ഞു ഒരു കാളക്കുട്ടി കണ്ടുണ്ടാക്കി ഞങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ആരാധിക്കണമെന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് നിങ്ങൾ ആലോചിക്കണേ, കർത്താവ് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം, ഇവർ ഇത്രയും കൈപിടിച്ച് വളർത്തി കൊണ്ടുവന്ന് വല്ലാത്തൊരു ദേഷ്യം വന്നു. മോശയാണ് പറയുന്നത്, അത് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, നമുക്ക് നശിപ്പിക്കാൻ പാടില്ല. മോശ അവിടെ എന്ത് ശാന്തനായിട്ടാണെന്നറിയാമോ പെരുമാറുന്നത്, എന്തൊരു ശാന്തനായിട്ട്. ഈശോ നമുക്കറിയാം, ഈശോ പഴയ നിയമ പ്രവാചകന്മാരെല്ലാവരും തന്നെ യേശുവിൻ്റെ നിഴലാണ്. പുതിയ നിയമത്തിൻ്റെ നിഴലാണ് പഴയ നിയമം. അപ്പോൾ ഇവിടെ ഈശോ കാൽവരിയിലേക്ക് കടന്നുപോയ വഴിത്താരകളിൽ ഈശോ നിരന്തരമായി പ്രകോപിതനാകുന്ന അനുഭവങ്ങളുണ്ടായി. ദേഷ്യം വരാം, നമുക്ക് അങ്ങോട്ട് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആകാം, പ്രകോപിതനാകാം, മനസ്സ് തളരാം, തകരാം. ഈ അനുഭവങ്ങളൊക്കെ ഈശോയ്ക്ക് ഉണ്ടായില്ലേ? ഒരു വൈകാരിക മനുഷ്യൻ എത്ര കണ്ട് തകർക്കപ്പെടാവോ, എത്ര കണ്ട് മുറിയപ്പെടാവോ, എത്ര കണ്ട് അങ്ങോട്ട് നശിച്ചു പോകാവോ, അത്ര കണ്ട് തകർക്കപ്പെടുന്ന ഒരനുഭവത്തിലൂടെ ഈശോ കാൽവരിയിലേക്ക് പോവുക. ആ തലേ രാത്രിയാണ് ഈ പറയുന്ന യൂദാസ് ഓടി വന്ന് ചേർത്ത് പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് കർത്താവിന് ഒറ്റുകൊടുത്തത്. അതുപോലെ പിന്നീട് അങ്ങോട്ടുള്ള യാത്രകളിൽ അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി ദേഷ്യം വരാൻ. അതുപോലെ പോരെ, മുഖത്ത് കാർക്കിച്ചൊന്നും തുപ്പുണ്ടോ ദേഷ്യം വരാൻ നമുക്ക്, അല്ലേ? നമ്മൾ മുഖത്തൊന്ന് തുറപ്പിച്ച് നോക്കിയാൽ മതി, നമുക്ക് ദേഷ്യം വരും. അവൻ്റെ താടി മീശ, യെശയ്യാ പ്രവചനം പറയാം, അവൻ്റെ താടി മീശയൊക്കെ പിടിച്ച് പറിച്ചെന്നാണ് പറയുന്നത്. അയ്യോ, എന്നാ വേദനയായിരിക്കും. നമുക്ക് തന്നെ അറിയാം, ചില പിള്ളേരൊക്കെ വന്നിട്ട് ഇങ്ങനെ താടിയെ പിടിച്ച് വലിക്കും. അച്ഛൻ്റെ താടിയൊക്കെ വെളുത്ത് തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വെള്ളയെ കാണുന്നൊക്കെ പിടിച്ച് വലിക്കും. അവിടെ ഇരുന്നോട്ടെ എന്നറിയാം, എവിടെയെങ്കിലും ഇരുന്നോട്ടെ, കണ്ണീന്ന് വെള്ളം വരും ഒരു രോമം പറിച്ചെടുക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഈ താടി വീശയൊക്കെ പിടിച്ച് പറിച്ചെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ശരീരം മുഴുവനെ ഉഴവുചാൽ പോലെ ഉഴുതു മറിച്ച് അടിച്ച് തകർത്ത്. നിസാര അടിയൊന്നല്ല അടിച്ചത്. നിങ്ങൾ ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടില്ലേ? അതിൻ്റെ നടക്കുന്ന അടി കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇങ്ങനെ എണ്ണ ഉണ്ട്, ഓരോ ശിക്ഷയ്ക്കും ഇങ്ങനെ കൃത്യ എണ്ണ ഇട്ടിട്ടാണ് അടിക്കുന്നത്. ഇന്ന ചാട്ടവാറ് കൊണ്ട് അടി, ഇത് കൊണ്ട് അടി, ഇത് കൊണ്ട് ഇങ്ങനെ ഓരോന്ന് വെച്ചിങ്ങനെ കൃത്യ എണ്ണത്തിലാണ് അതിന് ശിക്ഷ കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ പൗലോസ് തൻ്റെ പീഡനങ്ങൾ സഹനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പൗലോസ് 2 കൊരിന്തോസ് 11-ാം അധ്യായം 27 മുതലുള്ള വചനങ്ങളിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ 1 കുറയെ 40 അടി വീതം 5 പ്രാവശ്യം കിട്ടിയെന്ന് പറഞ്ഞത്. അത് 39 × 5 ആ കൃത്യ അടി എണ്ണമൊക്കെ പറയുന്നത്. അതുപോലെ യേശുവിനെയൊക്കെ അടിക്കാൻ ഉപയോഗിച്ച ഒരു ചാട്ട പോലത്തെ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞാൽ ഈ കൊളുത്ത് പോലത്തെ സാധനമാണ്. കൊളുത്തും ബ്ലേഡ് പോലെയൊക്കെ ഇരിക്കും. അതിങ്ങനെ ശരീരത്തിലേക്ക് അടിച്ചിട്ട് വലിച്ചെടുക്കുമ്പോൾ അത്രയും ഭാഗത്തെ മാംസം കൂടി അങ്ങോട്ട് പറഞ്ഞു പോരും, ചോരയൊക്കെ അങ്ങോട്ട് അതും കുരിശിലേക്ക് നടന്നു പോകുന്ന വഴി ആയതുകൊണ്ട് ഓൾറെഡി ബോഡി ചൂടാണ്, അല്ലേ? ഒരു ബോഡി ഹീറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ബ്ലഡ് അങ്ങോട്ട് പമ്പ് ചെയ്യും ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ ഇങ്ങനെ കൊളുത്തിയിട്ട് അങ്ങോട്ട് വലിക്കുമ്പോണ്ടല്ലോ, ഈ മാംസത്തോടൊപ്പം ചോര അങ്ങോട്ട് ചീറ്റും. അങ്ങനെ പോലും യേശു തകർക്കപ്പെട്ടിട്ട്, അത്ര കണ്ടവൻ മുറിയപ്പെട്ടിട്ടും വചനം പറയുന്നതാണെന്നറിയോ? കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ വളരെ ശാന്തനായി അവൻ നടന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴും ദൈവത്തിൻ്റെ സ്വരം, അവൻ്റെ ഹിതമാണ് യേശുവിനെ ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ട് നയിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ തിരിച്ച് വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്തുനിന്ന് കൂടി ബാക്കി വായിച്ചേ. ഞങ്ങൾ മോശ എന്ന മനുഷ്യൻ എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. ഇത് വളരെ പ്രധാനമാണ്. കാരണം എന്നറിയോ, നമുക്കൊരു ദൈവസ്വരം കേൾക്കാൻ വൈകുമ്പോൾ, ദൈവാനുഭവം വൈകുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ നമ്മുടേതായ തീരുമാനം എടുക്കും. എന്നൊന്ന് ഇച്ചിരി കാത്തിരിക്കുക, ദൈവസ്വരത്തിന് വേണ്ടി ഒന്ന് കാത്തിരിക്കാം. മോശ വരുന്നവരെ കാത്തിരുന്നൂടെ? അവരോട് ഞങ്ങൾ ഇത്രയും നേരമൊക്കെ കാത്തിരുന്ന് ഇനിയിപ്പോൾ പറ്റുമൊന്നുമില്ല, ഞങ്ങൾ എങ്ങനെ പറയാം, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യൻ എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞങ്ങളെ നയിക്കാനായിട്ട് വേറെ ദേവന്മാരെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. മോശ ദൈവസ്വരം കേൾക്കാൻ ചില സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ 1 ആഴ്ച 2 ആഴ്ച 1 മാസം കഴിഞ്ഞൊക്കെ മോശ വരുന്നേ ഇവർക്കറിയാം.
ദൈവസ്വരം കേൾക്കാൻ ജീവിതത്തിൽ വൈകുമ്പോൾ നീ ദൈവത്തെ നിഷേധിക്കുന്ന വിശ്വാസത്തിൽ ഇങ്ങനെ നമ്മൾ പറയുന്നത് തകർന്നു പോകുന്ന നിലപാടാണ് അപ്പോൾ നീ സ്വീകരിക്കുന്നതെങ്കിൽ നീ കേൾക്കുന്ന സ്വരം പിശാചിൻ്റെ സ്വര. അതാണ് വചനം പറഞ്ഞത്. അതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നാം വായിച്ചു കേട്ടത്. നീ എടുത്ത തീരുമാനത്തിൻ്റെ പിന്നിൽ വഞ്ചനാത്മകവും ദൈവവിരുദ്ധവുമായൊരു സ്വരം അവരെ മരണത്തിൽ വീഴ്ത്തുന്ന അസൂയ കലുഷമായ ഒരു സ്വരം പതിയിരിപ്പുണ്ട്. ആ സ്വരമാണ് നീ കേട്ടെ. ആ സ്വരം കേട്ടത് കൊണ്ടാണ് നീ ഇപ്പം നിരാശയില്ല, പ്രത്യാശയില്ല. ദൈവസ്വരം പ്രത്യാശയുടെ സ്വരം. ആ സ്വരം നീ കൂടെ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നീ ഇത്ര കണ്ട് ആകുലപ്പെടുന്നേ. ഒരാത്മീയ മനുഷ്യന് ആകുലതകളില്ല. നീ ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട. നീ ആത്മാവിൻ്റെ സ്വരമല്ല കേൾക്കുന്നേ. ഹല്ലേലൂയ. നാട്ടുകാർ പറഞ്ഞതും എൻ്റെ അച്ഛാ പുറത്തിറങ്ങാൻ വയ്യാച്ചാ നാട്ടുകാർ അതും ഇതൊക്കെ പറയുന്നത് പറഞ്ഞത്. ഇപ്പം അതാണ് വിഷയം. വിഷയം എന്നാ? പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, നാട്ടുകാർ പറയുന്നുള്ളതാണ് വിഷയം. അവരെന്ത് വിചാരിക്കും, അവരെന്നാ പറയും, ഇതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഇങ്ങനെ അടച്ചിട്ട മുറിയിലിരിക്കുക, വല്ലാതെ സങ്കടം. കാരണം എന്താ? ഒരു റിസൾട്ട് വന്നിട്ട് IELTS പരീക്ഷയുടെ റിസൾട്ട് വന്ന്, അല്ലെങ്കിൽ OET പരീക്ഷയുടെ റിസൾട്ട് വന്ന് കിട്ടിയില്ല. പിന്നെ ചോദിക്കില്ലേ, എന്തായാലും നീ വിദേശത്തൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് പോണില്ലേ? നാട്ടുകാർക്ക് പിന്നെ ഭയങ്കര സ്നേഹമായതുകൊണ്ട് അവരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. സ്വന്തം മക്കളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇത്ര തീഷ്ണത ഉണ്ടാകണമെന്നില്ല, പക്ഷേ നമ്മുടെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ ഇച്ചിരി തീഷ്ണത കൂടും. കർത്താവ് അയൽക്കാരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ ചില തീഷ്ണത ഉള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കാര്യത്തിലായിരിക്കും അയൽക്കാർ കൂടുതൽ തീഷ്ണത. പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അമിതമായ തീഷ്ണതയുള്ള അമ്മച്ചിമാരെ കാണാൻ പറ്റും. എന്നായി മോളെ, ഒന്നും ആയില്ലേ? നിന്റെ കല്യാണം ഒന്നും നടന്നില്ലേ? നിന്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ അവിടെ ചെന്നല്ലോടി, ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം മേടിക്കാൻ തുടങ്ങി, നീ എങ്ങും ആയില്ലേ, എങ്ങും പോയില്ലേ, ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെയാണോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. അപ്പം ആ കൊച്ചു പറഞ്ഞു, എൻ്റെ അച്ഛാ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ഈ നാട്ടുകാരുടെ വായലിരിക്കുന്നത് കേട്ടിട്ട്. ഇപ്പം കൊച്ചു പറഞ്ഞു, ഞാനിപ്പോൾ പള്ളിയിൽ പോക്ക് നിർത്തി. നല്ല തീരുമാനം അല്ലേ? എടാ പള്ളി പോക്ക് കംപ്ലീറ്റ് നിർത്തി. അപ്പം കൊച്ചു പിന്നെ വല്ലപ്പോഴും ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, അവിടെ വല്ലപ്പോഴും അവൾക്ക് വീട്ടിലൊട്ടും ഇരിക്കാൻ പറ്റില്ല. തലയൊക്കെ അങ്ങോട്ട് വല്ലാതെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം നിറയുകയും ആ സങ്കടത്തിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന ജീവിതത്തിൻ്റെ വേളകളിൽ കടന്നു പോകുമ്പോൾ അതിനുള്ള സാധ്യതയില്ലാതെ ഒരു ജീവിതം അടച്ചിട്ട മുറിയിൽ വീണ്ടും തുറന്നാൽ കൂടുതൽ അപകടകരമായ അവസ്ഥയാവില്ലേ? അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ വല്ലപ്പോഴൊക്കെ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി അവിടെ കുറച്ചേരം ഇരിക്കും. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ദാണ്ടെ അവിടെയും വന്നേക്കുന്നത് ചിലർ, അവിടെ സ്വസ്ഥത തരികയല്ല. ഇപ്പം പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ ആ പള്ളിപ്പോക്കം കൂടെ അവസാനിപ്പിച്ചെന്നാണ് പറഞ്ഞത്. പള്ളി പോകണ്ട എന്ന് മനസ്സിന് ചിന്തകളിൽ ഈ സ്വരം എവിടെ നിന്നാണ് കിട്ടിയപ്പോൾ? അതാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്വരം ദൈവത്തിൻ്റെ സ്വരമാണോ അല്ലയോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പിശാച് കൊടുത്തൊരു സ്വരത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആരംഭത്തിൽ. പൈശാചികമായ സ്വരമുണ്ട്. ആ സ്വരത്തിൻ്റെ പ്രത്യേകത അത് ദൈവത്തോടും യേശുക്രിസ്തുവിൽ സാക്ഷാത്കൃതമാകുന്ന ദൈവരാജ്യത്തോടും തികഞ്ഞ വെറുപ്പോടെ പ്രവർത്തിക്കാൻ നമ്മെ തീരുമാനമെടുപ്പിക്കും. അനേകരുടെ വിശ്വാസം തണുത്തു പോകുന്നതും വിശ്വാസം ക്ഷയിച്ചു പോകുന്നതിനൊക്കെ പിന്നിലുള്ള കാരണം ഇതാണ്. കാരണം എന്താ? ഇങ്ങനെ ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിൽക്കുമ്പോൾ ദൈവസ്വരം കേൾക്കാൻ പറ്റാതെ പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം. എത്രയോ പേര് സൂയിസൈഡ് ചെയ്യുന്നു, എത്രയോ പേര് കൈമുറിക്കുന്നു, എത്രയോ പിള്ളേരെ ഇവിടെ കൊണ്ടുവരുന്നു. നമുക്ക് വിഷമം തോന്നും. ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് പരീക്ഷയിലൊക്കെ എവിടെയോ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം പരാജയമായി തീർന്ന പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്. കൈയും മുറിച്ച്, കഴുത്തും മുറിച്ച്, ഞരമ്പും മുറിച്ചൊക്കെ ആയിട്ട് പിള്ളേര് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്താ. ആരുടെ സ്വരം അവർ കേട്ടെ? ഒരിക്കലും ദൈവാത്മാവിൻ്റെ സ്വരമല്ല. എനിക്കിനി രക്ഷയില്ല, ഇനി എൻ്റെ കൂടെ ആരുമില്ല, എന്നെ ആരും സ്നേഹിക്കാനില്ല, എന്നെ ആരും മനസ്സിലാക്കാനില്ല, എന്നെ ആർക്കും വേണ്ട, എൻ്റെ ജീവിതം പാഴായി. പ്യുവർലി ഡയബോളിക്കലാണ്. പൂർണ്ണമായും പൈശാചിക സ്വരമാണത്. തിരസ്കരിക്കേണ്ട സ്വരങ്ങളാണത്. നമ്മുടെ കാതുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വരങ്ങൾ ദൈവിക സ്വരമല്ല എങ്കിൽ അതൊക്കെ തിരസ്കരിക്കണം. അവൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ തിരസ്കരിക്കേണ്ടതാണ് ഈ സ്വരങ്ങളെ. അതല്ല എങ്കിൽ ആ സ്വരത്തിന് നമ്മൾ കീഴ്വഴങ്ങും. അതാണ് ആദിമാതാപിതാക്കൾക്ക് പറ്റിയത്. പിശാചിൻ്റെ സ്വരത്തിന് അവർ നിന്നുകൊടുക്കുകയും ആ സ്വരം അവർക്ക് പാപം ചെയ്യാനുള്ള
തീരുമാനമായി മാറുകയും ചെയ്തു. അതിനപ്പം തിരസ്കരിച്ചിട്ടേ കുഴപ്പമില്ലായിരുന്നു. അതിനെ എൻ്റർടൈൻ ചെയ്ത് പോയതാ പറ്റിയത്. ഹല്ലേലൂയ. സർവ്വത് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസ്വരമാണോ അല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എല്ലാ വിഷയങ്ങളിലും ഇത് അത് തന്നെയാണ്. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ, ഒരു തീരുമാനം എടുക്കുമ്പോൾ, ജീവിതവുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം എടുക്കുമ്പോൾ, വിവാഹവുമായി ബന്ധപ്പെട്ട് അത് അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴെല്ലാം നമ്മൾ ദൈവസ്വരത്തിന് കാതോർക്കുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, വല്ലാതെ അങ്ങ് ഡിസ്റ്റർബ്ഡ് ആവും. ദൈവസ്വരത്തിന് കാതോർത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങളിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ദൈവമെങ്കിലും കൂടെയുണ്ട്. നിങ്ങളുടെ അപ്പം പറഞ്ഞു, എടി നീ ഒരു കാര്യം ചെയ്യ്, എടാ നീ ആ കോഴ്സ് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ കോഴ്സിന് ഇത്രയും ലക്ഷം രൂപയൊക്കെ ആവും, ഇത്രയും ബാധ്യതയൊക്കെ ഉണ്ടാവും, അത് വേണോ അപ്പം? നീ എടുത്തോ, ഞാനല്ലേ പറയുന്നേ. അങ്ങനെ അപ്പം പറഞ്ഞൊരു കോഴ്സിന് അവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പൻ എങ്ങനെയെങ്കിലൊക്കെ സഹായിക്കും, ഇല്ലേ? കാരണം അപ്പം പറഞ്ഞിട്ടാണ് അവൻ ആ കോഴ്സ് എടുത്തത്. സ്വന്തം ഇഷ്ടപ്രകാരം അവൻ ഒരു കോഴ്സ് കൊടുത്ത് ആരോടും പറഞ്ഞില്ല. അങ്ങനെ ലോൺ കൊടുത്ത് കടം കൊടുത്ത് പോയി കോഴ്സ് ചെയ്യുന്ന ഒരാഴ്ച ചെയ്തപ്പോൾ കോഴ്സ് നിർത്തി വീട്ടിൽ വന്നു. പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല, നാളെ മുന്നോട്ട് പോകാൻ പറ്റണില്ല. വിചാരിച്ചത്ര എളുപ്പമല്ല, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പുറത്തെ ഒരു ആവേശത്തിനോട് ചെയ്താണേ. കൂട്ടുകാർ 2 പേര് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവൻ പറഞ്ഞു ഞാനും അതിന് പോകാമെന്നു. അപ്പോൾ പറഞ്ഞു അതിന് വേണ്ട, പോകണ്ട, ഇത്രയും രൂപ വിലയുള്ളതല്ലേ, ഇത്രയും കാശ് മുടക്കണ്ടേ, നാട്ടിൽ അതിൽ കോഴ്സ് ഉണ്ടല്ലോ, എന്തിനാ ഇപ്പോൾ വിദേശത്ത് പോകണേ എന്നൊക്കെ ചോദിച്ചാൽ ഒരു രക്ഷയില്ല, അവരിപ്പോൾ പോകണം, കാരണം അവൻ്റെ കൂട്ടുകാർ പോകുന്നു. അവർ ഞാൻ ലോൺ എടുത്തോളാം, ഞാൻ വീട്ടിക്കോളാം. ലോണും വീട്ടിയില്ല, പഠിത്തവും കംപ്ലീറ്റ് ചെയ്തില്ല, പോയിട്ട് പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഉള്ളി തിരിച്ചും പോന്നു. എല്ലാവർക്കും ബാധ്യതയായി. വീടും പറമ്പൊക്കെ വിൽക്കാൻ നിൽക്കുക. ഇപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ, ഇവർക്ക് ഇനി ജീവിക്കണമെങ്കിലേ ആ ലോൺ വെച്ച വീടും പറമ്പൊക്കെ വിൽക്കേണ്ട അവസ്ഥയെ. സകലമായ ആൾക്കാർ കുറ്റം പറയല്ല അവന്. അപ്പനും പറയും, അമ്മയും പറയും, കാണുന്നവനൊക്കെ അവനെ തെറി പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. കാരണം എല്ലാറ്റിൻ്റെ പിന്നിൽ ഒരു ദൈവസ്വരമുണ്ട്, പിശാചിൻ്റെ ഒരു സ്വരമുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എല്ലാ തീരുമാനങ്ങളുടെ മുമ്പിൽ, എവരി ഡിസിഷൻ ദാറ്റ് വി മേക്ക് ജീവിതത്തിൽ. കാരണം നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ ഇന്നലകളിൽ എടുത്തിട്ടുള്ള 10,000 ലക്ഷക്കണക്കിന് എടുത്തിട്ടുള്ള ഓരോ നിമിഷവും എടുത്തുള്ള തീരുമാനത്തിൻ്റെ ആകെ തുകയാണ്. അതിനാകെ തുകയാണ് നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നു എന്നുള്ളത്. ചിലർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയത്, ചില ജീവിതത്തിൽ തകർന്നു പോയത്, ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു. എന്നാൽ ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെയും തകർച്ചകളുടെ നടുവിൽ ദൈവത്തെ വിളിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് പോയതും അത്ര ദുരനുഭവങ്ങളുടെ നടുവിലും പിടിച്ചു നിന്ന്, സഹിച്ചു നിന്ന് ജീവിതം മാറിയ അനുഭവങ്ങളുണ്ട്. എത്ര കുടുംബങ്ങളുണ്ട്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഏറ്റവും വലിയ സാക്ഷിയാണ് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബമൊക്കെ. എൻ്റെ അപ്പനൊക്കെ നന്നായിട്ട് കുടിക്കുമായിരുന്നു. ഞാൻ ചെറുപ്പത്തിലായിരുന്നു, നല്ല കിടുക്കം കുടിയായിരുന്നു പുള്ളി, നന്നായിട്ട് കുടിക്കുമായിരുന്നു. വീട്ടിൽ കൊട്ടോടിയൊക്കെ ആയിരുന്നു അന്ന്, മറ്റേതില്ലേ കൊട്ടോടിയൊക്കെ ജാറിന് കൊണ്ടുവന്ന് വെച്ചിട്ട് കുടിക്കുമായിരുന്നു, കൂട്ടുകാർക്കൊക്കെ കൊടുത്ത്. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഒറ്റ ദിവസവും വിശുദ്ധ കുർബാന മുടക്കാൻ അമ്മ സമ്മതിക്കാനായിരുന്നു. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും, ഇത്ര കുടിയും വന്ന് ബഹളവും അലമ്പൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും വിശുദ്ധ കുർബാന, മമ്മിയും രാവിലെ പോകും, ഞങ്ങളെല്ലാം പോകും. ആ സഹനത്തിലും കാത്തിരിക്കാൻ അമ്മ തയ്യാറായി എന്നുള്ളതാണ്. അത്രയേ സഹനം ഉണ്ടായിട്ടും വേണം ഇങ്ങനെ ഒറ്റയ്ക്ക് സഹിക്കാൻ. ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണല്ലോ, ഒറ്റയ്ക്ക് സഹിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിലാക്കാൻ ഞങ്ങൾ പിള്ളേർക്ക് എന്ത് മനസ്സിലാക്കാനാണ്? അപ്പം എന്നിട്ടും ഒറ്റയ്ക്ക് സഹിച്ച ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് കടന്നുപോയി ഒരു ഇന്നലകളുണ്ടായിരുന്നു. അവിടെ നിന്ന് കർത്താവ് അത്ഭുതകരമായിട്ട് മാറ്റി. ഞാൻ ഓഷേരി ചേർന്ന് ഉടുപ്പൊക്കെ ഇട്ടപ്പോൾ അപ്പോൾ മദ്യപാനം നിർത്തി. ആരും പറഞ്ഞിട്ടല്ലോ, പുള്ളി നിർത്തി, മദ്യപാനം നിർത്തി. എൻ്റെ ചേട്ടൻ ഇപ്പോൾ കാനഡയിൽ സെറ്റിലാണ്. പേരൻസ് അവിടെയാണ്, മമ്മിയൊക്കെ അവിടെയാണ്, അനിയൻ UK-യിലാണ്. എല്ലാവരെയും ദൈവം മനോഹരമായിട്ട് കർത്താവ് ഉയർത്തി. ഇന്നലകളിൽ എന്നാൽ ഇടയ്ക്ക് ചമ്മ പറഞ്ഞു, വീട്ടിൽ ഇറങ്ങിപ്പോയാലെന്നോ കാലിച്ച സമയം ഉണ്ടായിരുന്നു അല്ലേ. എല്ലാം ഇട്ടിട്ട് പിന്നെ ആകെ പിടിച്ചു നിർത്തുന്ന ഒരാലോചന എന്തായിരിക്കും? 3 പിള്ളേരുണ്ടല്ലോ അല്ലേ, പിള്ളേരുടെ കാര്യം എന്താവും എന്നൊക്കെയുള്ള ആലോചനയാണ് പലപ്പോഴും പലരൊക്കെ എന്ന് പറയുന്ന പോലെ. ആ ആലോചനയോടൊപ്പം തമ്പുരാൻ കാണുന്നുണ്ടല്ലോ, കർത്താവ് കരുതും, കർത്താവ് ചേർന്നെന്നും, കർത്താവ് ഈ അനുഭവങ്ങളിലും കർത്താവിനോട് ചേർന്ന് നിന്നാൽ എന്തെങ്കിലും ദൈവം അനുഗ്രഹിക്കും എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. വിശ്വാസത്തിൻ്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു.
അങ്ങനെ പിടിച്ചു നിന്നുകൊണ്ടാ. 1-2 വർഷങ്ങളല്ല, വർഷങ്ങളുടെ കണ്ണുനീരും വർഷങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനെ പിടിച്ച് ദൈവസ്വരത്തിന് കാതോർക്കാനും കാത്തിരിക്കാനും തയ്യാറാവുമ്പോൾ നിശ്ചയമായും ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല. ദൈവം അത്ര ക്രൂരനൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. അതുകൊണ്ട് മോശ വരാൻ വൈകിയപ്പോൾ അവരെന്ത് ചെയ്തു? പിന്നെ ഞങ്ങൾക്കൊരു ദേവനെ വേണം, റെഡിയാക്കി തരാൻ പറഞ്ഞു. ഞങ്ങൾക്കിനി മോശയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അഹ്റോൻ എന്നാ ചെയ്തു? അഹ്റോൻ എന്നാ പറയണ്ടേ? വെളിവില്ലാത്തവൻ കേട്ടോ. അഹ്റോനും ഒരു പുരോഹിതനല്ലേ, അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളവനല്ലേ. അഹ്റോൻ അപ്പോൾ ആത്മീയത വിട്ടിട്ട് ജനകീയനായി. എന്താണ്? മനുഷ്യൻ്റെ കയ്യടി കിട്ടണം. ഇവരെല്ലാവരും വന്നല്ലോ. എന്നാൽ പിന്നെ ഓക്കെ, നമുക്ക് നിങ്ങളുടെ സന്തോഷമാണ് വലുത്, ദൈവത്തിൻ്റെ സന്തോഷമൊന്നും അപ്പോൾ നോക്കാൻ പോയില്ല. അവരുടെ സന്തോഷമാണ് വലുത്. സ്വർണ്ണമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞ് ഇപ്പം തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞൊരു കാളക്കുട്ടി അങ്ങനെ ഉണ്ടാക്കി. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ? ജനകീയനും ആത്മീയനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ജനകീയൻ മനുഷ്യൻ എന്ത് വിചാരിക്കും, മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ നോക്കുമ്പോൾ യഥാർത്ഥ ആത്മീയ മനുഷ്യൻ ദൈവത്തെ സന്തോഷിപ്പിക്കുകയും അതിൻ്റെ പേരിൽ മനുഷ്യർ മാറിപ്പോയാലും, മനുഷ്യർ ഉപേക്ഷിച്ചാലും, സ്നേഹിക്കാതിരുന്നാലും, പരിഹസിച്ചാലും, കുത്തുവാക്കുകൾ പറഞ്ഞാലും ഒരു വിഷയമില്ല. യഥാർത്ഥ ആത്മീയ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നവൻ. എന്നാൽ മറ്റവൻ ജനകീയനായിട്ട് മാറി. ആര്? അഹ്റോൻ. മനുഷ്യൻ അങ്ങനെയാണ്. അവരുടെ സന്തോഷം വലുത്. കുഴപ്പമില്ല. അച്ഛാ അവരൊക്കെ എന്നാ വിചാരിക്കുന്ന ഓർത്തട്ടാ ഞാനോടെ അങ്ങോട്ട് കൂടുന്നത്. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഞാനും ചെയ്യുന്നു കണ്ടോ. എന്നിട്ട് ഇങ്ങനെ കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ടാകുന്നത്. പിന്നെ മോശ വരുന്നത്. കർത്താവ് പറഞ്ഞു നീ വേഗം ചെല്ലാൻ പറഞ്ഞു. മോശം പറഞ്ഞു എല്ലാം ചെയ്ത്. കാരണം അവിടെ ഈ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച് ഈ വഴിക്ക് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ആ സത്യ ദൈവത്തെ മറന്നുകൊണ്ട് സകല കലാവരടിക്കും പൊക്കൊണ്ടിരിക്കുക. വേഗം ചെല്ലാൻ പറയുന്നതൊക്കെ ഉണ്ട്. ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ വല്ലാതെ തകർന്നു പോകും, പരാജിതരാകും, ദുഃഖിച്ചിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും, പ്രകോപിതരാകുന്ന അനുഭവങ്ങളുണ്ടാകും, ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുണ്ടാകും. പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള ആലോചനകൾ നമ്മളെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടാകുമ്പോഴും അവിടെയും ദൈവസ്വരത്തിനെ കാതോർക്കാവൂ. രോഗത്തിൻ്റെ നടുവിൽ മാറാ രോഗത്തിൻ്റെ ഒക്കെ വേളകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ സ്വരമാണ് നിൻ്റെ ആത്മാവിൽ അലയടിക്കേണ്ടത്. അതാണ് വിശുദ്ധരൊക്കെ കേട്ടുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ സ്വരം. മരണത്തിൻ്റെ വേളകളിൽ അവർ കേട്ടുകൊണ്ടിരുന്ന ആത്മാവിൻ്റെ സ്വരമാണ്. ഹല്ലേലൂയ. സർവ്വത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ, ഏത് ദുരനുഭവത്തിൻ്റെ നടുവിലും ദൈവസ്വരം കേൾക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതല്ലേ യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞത്, നിനക്ക് ക്ലേശത്തിൻ്റെ ജലവും കഷ്ടതയുടെ അപ്പം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. മറഞ്ഞിരിക്കില്ല. കഷ്ടതയും ക്ലേശവും കണ്ണുനീരും ഒക്കെയാണ്, ശരിയാണ്. പക്ഷേ തമ്പുരാൻ കൂടെയുണ്ട്, ഈശോ കൂടെയുണ്ട്. നമ്മുടെ പാപത്തിൻ്റെ ഭാരം എത്രമാത്രം വലുതാണെന്ന് കണ്ടതുകൊണ്ടല്ലേ, നമ്മൾ നശിക്കുമെന്ന് കണ്ടതുകൊണ്ടല്ലേ, നമ്മൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടതുകൊണ്ടല്ലേ പിതാവായ ദൈവം സ്വന്തം പുത്രനെ നഷ്ടപ്പെടാൻ തക്ക വിധത്തിൽ നമ്മെ സ്നേഹിച്ചത്. അത്രമാത്രം നമ്മെ സ്നേഹിച്ചില്ലേ? സ്വന്തം പുത്രനെ നൽകാൻ തക്കവിധം അവിടുന്ന് ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാ മേഖലകളും ദൈവം അനുവദിക്കുന്നത് പോലെയും ദൈവം ആഗ്രഹിക്കുന്നത് പോലെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ച് തരും. നമ്മുടെ ആഗ്രഹം നമ്മുടെ ആലോചന പോലെ ആണോ നിർബന്ധമില്ല, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർത്തീകരിച്ച് തരും.